ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂറായിട്ടാണ്. ഞങ്ങളെ ഗാർഡൻ തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പം ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഓരോ ചെടി അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ നിന്ന് തുടങ്ങാം. ഒരു കുഞ്ഞ് വെർട്ടിക്കലാട്ടോ. ഇത് പഴയൊരു പലകയാണ്. അപ്പം അതിങ്ങനെ നമ്മളൊരു കയറ് കെട്ടി അപ്പുറത്തേക്ക് ഇട്ടൊക്കെയാണ്. ഒരു കയറ് കെട്ടിയിട്ട് കല്ലപ്പുറത്തേക്ക് ഇട്ടിട്ട് നെറ്റടിച്ച് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ്. ഇതൊക്കെ ഇപ്പച്ചി വർക്ക് ചെയ്തതാണ്, ഇപ്പച്ചി ഹെൽപ്പ് ചെയ്തതാണ്. അപ്പം എന്താ, ഇത് വാങ്ങിച്ച ചെടിയാട്ടോ. ഇത് മൂന്നും പോട്ടടക്കം വാങ്ങിയതാണ്. കൊമ്പ് പൊട്ടിച്ച് കുത്താൻ കഴിയും. കുത്തി നമ്മളിങ്ങനെ പൊട്ടിച്ചാണ്ട് കുത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുത്തി വെച്ചതാട്ടോ ഇതൊക്കെ. ഇത് കുത്താനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് നന്നായി ഉഷാറായി വളരുന്നുണ്ട്. കാരണം ഇത് ഉമ്മമാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന്. ഇത് ഒരു തൈ അതിന് കിഴങ്ങാവുമല്ലോ ഉണ്ടാവുക. ആ ഒരു തൈയോടൊക്കെ ഞാൻ പറിച്ച് കുഴിച്ചിട്ടുണ്ട്. ബട്ട് ഇത്രയും ഉണ്ടായി, നല്ല പോലെ ഉണ്ടായി വളരുന്നുണ്ട്. ഇതിൻ്റെ വെറൈറ്റികളുണ്ട് കേട്ടോ, നമ്മളെ കയ്യിൽ കാണിച്ചു തരാം. ഇത് റീഹോ പ്ലാന്റ് ആണ്. ഇതാ പുതിയ ഒരു കുഞ്ഞു തൈ വരുന്നുണ്ട്. ഇതിന് വെള്ളം അത്യാവശ്യമൊന്നുമല്ല. വെള്ളം എല്ലാ ചെടികൾക്കും പോലെ തന്നെ വെള്ളം വേണം. കളറാണ്. പിന്നെ ഇവിടെ പക്ഷേ വെള്ളം വേണം, എല്ലാ ചെടികളെയും പോലെ വെള്ളം വേണം ഈ റീഹോ പ്ലാന്റിന്. അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് ഡ്രൈ ആവും വേണം മണ്ണ്. ഇതിനങ്ങനെ നന്നായി വെയിൽ തട്ടാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഇലകളെ കളർ കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ വെയിൽ തട്ടാത്ത ഒരു സ്ഥലത്ത് വേണം. വെയിൽ വേണം, ഷെഡ് പ്ലാന്റ് ആക്കാൻ പാടില്ല അതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ വേറൊരു തൈയുണ്ട് കേട്ടോ. അപ്പം ഇത് ഇതിൽ തന്നെ വളർന്നോട്ടെ എന്ന് കരുതി അങ്ങനെ. ഇനി നമുക്ക് അടിയിൽ പോവാം. അടിയിലിതാ അവിടെ നിന്ന് മുതൽ ആ ഒരു ഭാഗം, ആ കിട്ടിയ കല്ല് വരെ 10 മണിയാണ്. ഈ ഒരു ഭാഗത്ത് നല്ല ബുഷിയായി വളരുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ അങ്ങനെ വെള്ളം പാരില്ലേ, ഇതിലൊക്കെ വെള്ളം പാരുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിലൂടെ നമ്മൾ ഒലിച്ചു പോകുമല്ലോ ഹോൾസൂടെ. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നന്നായി ബുഷിയായി വളരുന്നുണ്ട്. കാരണം ഈ ചെടികളെ വളം കൂടി ഈ വെള്ളത്തിലൂടെ ഇതിലേക്ക് ഈ മണ്ണിലോട്ട് അലിഞ്ഞ് ചേരുമ്പോൾ നന്നായി വളം കിട്ടും. അപ്പോൾ അതായത് ഇന്ന് പൂവിട്ട ചെടിയാട്ടോ. then മതിൽമ കുറച്ച് ഇതുണ്ടാക്കി വെച്ചിട്ടത് ഉമ്മച്ചി ഉണ്ടാക്കിയതാണ്. നമുക്ക് ഓരോന്ന് കാണാം. ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഞങ്ങൾ വീട്ടിലത്തെ എല്ലാവർക്കും ഗാർഡൻ ഇഷ്ടമാണ്. ഇത് കണ്ടത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കുഴിച്ചിട്ട് വന്നല്ല. ഇതുമ്മ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ പൂവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊന്നും അറിയില്ലല്ലോ, ഏത് പൂവാട് അറിയില്ല. അപ്പോൾ പൂവില്ലാത്ത ചെടിയൊക്കെ ഒരുമിച്ച് ഒന്ന് കുഴിച്ചിട്ട് നോക്കി. അപ്പോൾ അതാ നിറയെ പൂവിട്ടിട്ടുണ്ട്, ബാക്കിലൂടെയൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞു വെറൈറ്റികളുണ്ട്. ഇത് നമ്മളെ സെയിം ആട്ടോ, അവിടെ കണ്ട സെയിം സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതുമ്പോൾ കണ്ട ഗായ്സ്, വെള്ള പൂവിട്ടിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. അടുത്തത് ഇത് കണ്ടോ, ഓരോ കല്ലിമീൻ ചവിട്ടി കയറി നിൽക്കുകയാണ് ഞങ്ങൾ. സിഗോണിയൻ അതൊന്നല്ല, ഇത് ജൂട്ട് പ്ലാന്റ് എന്നറിയപ്പെടും. ഇത് നന്നായി വളരുന്നുണ്ട്. ഇത് കൊടുന്ന് വന്നപ്പോൾ ഇത്ര വലിപ്പമുള്ളായിരുന്നു. പിന്നെ നന്നായി വളരുന്നത് ഇത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിൽ വളർത്തി എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടി 2 മാസമായിട്ട് തുടങ്ങിയതാണ്. ഇതായത് ഇപ്പോൾ പുതിയത് പൊട്ടി മുളച്ച് വന്നതാണ്. ഇതാണ് മദ്രസ ആട്ടോ. നിങ്ങൾ ബാക്കിൽ കാണുന്ന വലിയത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആട്ടോ മദ്രസ്. ഇവിടെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഉമ്മമാരുടെ അടുത്ത് വരുന്നതാണ്. ഉമ്മമാരുടെ ഒത്തിരി ചെടികളുണ്ട്. കണ്ടതും എപ്പോഴും ഞങ്ങൾ നോക്കും, ഏത് നേരവും ഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. ഇത് ഏത് പ്ലാന്റ് ഒന്നും എനിക്കറിയില്ല. വെയിൽ വേണം, അതേപോലെ ഇതിന് അത്രക്ക് കെയർ ആവശ്യമില്ല. അടുത്തത് ഫേൺസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഫേൺ എന്ന് പറയുന്നത്. ഒരു പൊട്ട് ഫേണെങ്കിലും ഇല്ലാത്തൊരു വീട് പോലും നിങ്ങൾ കാണില്ല. അപ്പോൾ അതിലത്തെ ഒരു ഫേണാണ്. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്, ഇതിൻ്റെ ലീഫ് ഓരോരോ ദിവസം കൂടുന്നോളും നീളം കൂടി വരും. ഇപ്പോൾ കണ്ടോ ഗായ്സ്, ഇതിൻ്റെ നീളം കണ്ടോ. ഇത് നന്നായി വളരുന്നുണ്ട് കേട്ടോ. ഇതൊരു വെയിൽ ഒത്തിരി വന്നിട്ടാണ് തോന്നുന്നു അത് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഫേൺസ് നമ്മുടെ കയ്യിൽ 3 ഇതുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു സീസൺ മഴയാണല്ലോ. അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നതാണ്. ഇത് വാങ്ങിച്ച ചെടിയാണ്. ഇത് ഈ ചെടികളെ കൂട്ടത്തിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഈ 3 ചെടികളെ കൂട്ടത്തിൽ നിന്ന് വെച്ച് പോയി വാങ്ങിയതാണ്. ഇതിങ്ങനെ കൊമ്പ് കുത്തി കൊടുക്കാവുന്ന ചെടിയാട്ടോ. ഇത് അരേലിയ. ഇത് ആദിക്കുട്ടൻ്റെ ഫ്രണ്ട് പപ്ലുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് തന്നതാണ് ഞങ്ങൾക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടു. അടുത്തത് അടിയത്തെ
സെക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇത് ഡംകിനാണ്. ഇതിന് ചെറിയ ഹോളുള്ള കാരണം കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, കണ്ടോ ഈ വെള്ളം. അപ്പം മെച്ചി ഇതിന് ഓവർ വെള്ളം ഒഴിക്കലില്ല. ഇനി ഇതിന് രണ്ടാമത്തെ ഹോൾ ഇടണം, ബട്ട് ഇടാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഇതിൽ വേരൊക്കെ പിടിച്ച് പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഡംകിന്, കണ്ടോ. ഇത് ഡ്രാഗൺ പ്ലാന്റ് എന്ന് പറയും, ശരിക്കും എന്താണെന്ന് എനിക്കറിയില്ല. നല്ല വലിയതായിട്ടുണ്ട്, പുതിയ ലീഫ് വരാനുള്ളതൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ. അഞ്ഞ് വരണം. ഇത് നമ്മൾ ആ വെർട്ടിക്കലിൽ കണ്ട ആ സൈഡത്തെ പ്ലാന്റ് ആട്ടത്, കണ്ടത് നന്നായി ബുഷ് വളരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ഗാർഡൻ വീഡിയോ എടുത്തപ്പോൾ ഇതുമ്മേ ഞാൻ ചവിട്ടിയപ്പോൾ ഇതാണ് വീണു. നന്നായി വളരുന്നുണ്ട്, കണ്ടോ. ബേബീസൊക്കെ വന്ന്. ഇപ്പോൾ ഇവിടെ ഉള്ളത് മല്ലിക കേട്ടോ. ആദ്യക്കുട്ടൻ എന്തോ കോസ്മോസോ അങ്ങനെ എന്തോ ഇതിന് പറയും, ശരിക്കും എനിക്കറിയില്ല. കോസ്മോസാണ്, ചെറുതല്ല. ചെറുതൊക്കെ മല്ലികയും ഈ വലുതാണ് കോസ്മോസ്. അതിന് പല കളറ് ഉണ്ടാവും, ഇതേപോലെ പല കളറിലൊക്കെ പ്ലാന്റാണ്. പക്ഷെ കാഴ്ച എനിക്കത് സത്യമാണ് ഒന്നും അറിയില്ല, ഓനാണ് പറയുന്നത്. ഇത്താത്ത പറഞ്ഞാണല്ലോ. പിന്നെ ഇത് നമ്മൾ അവിടെ കുഴിച്ചിട്ട ചെടിയിട്ടതാണ്, കണ്ടോ. ഓ ഇത് ഈ പ്ലാന്റ് മത്തിയായിരുന്നു, അത് വാടി തുടങ്ങി ചാടിയതാണ്. ഏത് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ ഡാർക്ക് കളർ കായ്സ്, നിങ്ങൾ നേരിട്ട് കാണണം, അപ്പോൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഈ ചെടിയുടെ ഡാർക്ക് കളർ. അപ്പോൾ ഈ ചെടിയുടേത്, ഈ പൂവ് ഈ ചെടിയുടെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ചെടി. ഇത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ പൂവിടാൻ. അപ്പം അങ്ങനെ അവസാനം പൂവിട്ടു കായ്സ്, നല്ല ഭംഗിയുണ്ട്. വിരിയുന്നുണ്ട്, വിരിഞ്ഞ് വരികയാണ്, കണ്ടോ നിങ്ങൾ ഈ പൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. ഇട്ടിട്ടുണ്ട്, 2 മുട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ ഈ പൂവുണ്ടായിരുന്നത്. അതിൻ്റെ വേറൊരു ബേബി, ഇത് വേറൊരു ബേബി ഉണ്ടായിരുന്നു. അത് ആദ്യം അവൻ്റെ ഫ്രണ്ട് പപ്ലുവിന് കൊണ്ടുപോയി കൊടുത്തു. ഇത് റോസാണ്. റോസ കുറച്ച് തോനുണ്ട്, കാരണം ഇപ്പിച്ചിക്ക് റോസ ഇഷ്ടമായത് എവിടെ കണ്ടാലും വാങ്ങിപ്പോരും. ഇത് മുട്ട ഇട്ടിട്ടുണ്ട്, കണ്ടോ മുട്ട ഇട്ടിട്ടുണ്ട്. നമ്മളെ ഗാർഡനത്തെ പൂക്കൾ കൂടുതലും മുട്ട ഒക്കെ ഇട്ട് വളർന്ന് ഒക്കെ വരുന്നത് കേട്ടോ. ഇത് 10 മണിയാണ്. 10 മണി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൂവൊക്കെ പോയി ആകെ ടയേർഡായി കിടക്കണേ, വെള്ളമൊക്കെ വയ്ക്കണം. ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഇത് റോസ, ഇതിന് കമ്പോസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ലീഫ് തന്നെ ഉണ്ട് കേട്ടോ. ദെൻ അഗ്ലോണിമ, നല്ല ഭംഗിയുള്ളത്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. ഇതൊരു കുഞ്ഞ് കലേഡിയാട്ടോ, വാടി പോകുന്നൊക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റോസ്. ഇത് പോപ്പി, നല്ല ഭംഗിയില്ല കാണാൻ ഇതിൻ്റെ ഫ്ലവർ. ഇതിന് കുറേ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടത് ഇവിടുത്തെ മുട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് തോന്നുന്നത്, എനിക്കറിയൂല. എന്തായാലും കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. നമുക്കിപ്പോൾ പേരറിയേണ്ട ആവശ്യമില്ലല്ലോ, ചെടികളെ ഭംഗി നോക്കിയാൽ പോയി. ഇപ്പം കണ്ട പോപ്പി കുറേ വിധമുണ്ട്, കളറൊക്കെ കുറേ വിധമുണ്ട് അവളടുത്ത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അടുത്ത ചെടി എന്ന് പറയാം ഒരു വെറൈറ്റി ചെടിയാട്ടോ, നിങ്ങൾ കാണുന്നില്ലേ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, കണ്ടപ്പോൾ എടുത്തു കൊണ്ടുവന്നു. ദെൻ സാമ്പാർ ചീര. നിങ്ങൾ കരുതി സാമ്പാർ ചീരയൊക്കെ എന്താ ഗാർഡനിൽ, വേറെ ഒന്നുമല്ല. ഇതുമ്പോൾ നല്ല ഭംഗിയിലെ പിങ്ക് റോസ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവും, പക്ഷെ നല്ല ഉഷാറായി ഇത്ത എന്താ ചെയ്തത്. ഈ ഇലൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ത ഇലൊക്കെ മാറ്റിയിട്ട് കവറ് കെട്ടിക്കൊടുത്തു. പിന്നെ ഓരോരോ പെട്ടെന്ന് ഇതിന് ലീവ്സ് ഉണ്ടാവാൻ തുടങ്ങി. ഇവിടെ ഒരു കവറ് കെട്ടി കൊടുക്കണം, ഉള്ളിക്ക് വെള്ളമായി കഴിഞ്ഞാൽ വളരും. പെട്ടെന്ന് ലീവ്സ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇത്തെന്തായി ആ കവറ് അഴിച്ചെടുത്തു. ഇത് റോസാണ്. ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, മൊട്ടിന് കണ്ടോ, പക്ഷെ ഇത് വളരുന്നുണ്ട്. ഇത് കാശ്മീരി റോസാ കേട്ടോ. ഇത് എന്ത് ചെടി അറിയില്ല, ഇതിൽ നല്ല ഹെൽത്തി ആയി വളരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിന്നോട്ടെ കരുതി. ഇത് ആന്തൂറിയം. ഇത് പുതിയ ലീഫ് വന്നതാണ്, കണ്ടോ. പക്ഷെ മൊട്ടൊന്നും പൂവിട്ടിട്ടില്ല. ഇത് ഒരു കോണി കേട്ടോ, കുഞ്ഞു കോണി. ഇതും ആദ്യക്കുട്ടൻ്റെ പരീക്ഷണമാണ് മണി പ്ലാന്റ് ചുറ്റിപ്പിടിപ്പിച്ചത്. പക്ഷെ ഇത് വളരുന്നൊന്നുമില്ല, അവിടെ നിന്നോട്ടെ. അപ്പോൾ ഒരു ടയറിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റ് 2 വിധമുള്ളൂ കേട്ടോ നമ്മളെ കയ്യിൽ. സ്നേക്ക് പ്ലാന്റ് ഇത് കുറച്ച് അത്യാവശ്യത്തിന് ഇതിന്റെ ഇതന്നെയാണ് ഇതിന്റെ നടുവിൽ കളറ്, ഇതിന്റെ യെല്ലോ കളറുള്ളൂ. കണ്ടോ, ഇതൊരു അത്യാവശ്യത്തിന് ഈ സ്നേക്ക് പ്ലാന്റ് വളരുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് കലേഡിയം. ഇത് ഞാൻ ഇന്നിപ്പോൾ മാറ്റി കുഴിച്ചിട്ടതാണ്. ഈ ഭാഗത്തായതുകൊണ്ട് മണ്ണിടിച്ചു, അപ്പോൾ ഞാൻ അത് മാറ്റി കുഴിച്ചിട്ടു. ബേബി ഗ്രാസ്. ദെൻ ഇവിടെ കുറച്ച് ഈ ഒരു മൺചട്ടിയിൽ കുറച്ച് 10 മണി ഉണ്ട് കേട്ടോ. കുറേ 10 മണി ഉണ്ട് ഞങ്ങളടുത്ത്. ഇത് ഡംകിനാട്ടോ.
ഇതൊരു സാധാ ഒരു പെയിന്റ് ബക്കറ്റ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സാധാ ഒരു പെയിന്റ് ബക്കറ്റ്. ഇതിൽ ടംകിയും കുഴിച്ചിട്ട് നല്ല ഉഷാറായി വളരുന്നത്. പാല് നമ്മളെ കയ്യിൽ നിന്നും ആവാൻ പാടില്ല. പൊള്ളു. ഇത് ഭയങ്കര വിഷമുള്ള ഒരു ചെടിയാണ്. അതുപോലെ നമ്മൾ അഗ്ലോണി വിഷമല്ല, പാല് പൊട്ടിപ്പോന്നാലാണ് വരിക. ഇതൊക്കെ നമ്മൾ ഉണ്ടായി വരുന്നുണ്ട് പുതിയ ലീഫ്. നമുക്കിത് ഉണ്ടപ്പൂ എന്നാണ് അറിയപ്പെടുക ഈ നാട്ടിൽ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. റോസ് ഉണ്ടപ്പൂ നല്ല ഭംഗിയാണ്. ഇത് ഇത്ര തൽക്കാലത്തിന് നമ്മളെ മണ്ണിൽ കുഴിച്ചിട്ടു, പക്ഷെ ഇതിന് വേര് പിടിച്ചോണ്ട് മണ്ണിൽ ചെടിച്ചട്ടിൽ. ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വെട്ടായി എന്നറിയോ? ഇതിപ്പോ പൂവുണ്ടായിട്ട് പക്ഷെ വാടുന്നില്ല. ഇതിങ്ങനെ ആവും, പിന്നെയും ഉയർന്നു വരും. എന്ത് പൂവാണോ ഇതിന്റെ റിയൽ നെയിം ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിന്റെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോ രാവിലെ ഇത് സ്ട്രൈറ്റ് ആകുന്നിട്ട് ഉച്ചയാകുമ്പോ ഇങ്ങനെ ആവും, പിന്നെ ഈ ഒരു ടൈം ആകുമ്പോ ഇങ്ങനെ ആക്കും. എന്താവും? ഇത് റോസ്. ഇത് നമ്മള് എന്താ പ്ലെയിൻ ഫൈലറ്റോ, അതായത് 2 വിധം ഒരു ഇതിൽ തന്നെ കുഴിച്ചിട്ടൊക്കെ കണ്ടോ. ഇത് ലൈറ്റ്, ഇത് ഡാർക്ക് ലീഫാട്ടോ. എന്താ ഫ്ലെയിം പൈലറ്റോ അങ്ങനെ എന്താ അതിൽ പറയാം എന്തോ. ഇത് റോസ്. ഇതുപോലെ ബുഷിയായി നിൽക്കുക, നല്ല സുഖമാണ് കാണാനും തൊടാനും. ഇത് റോസ്. ഇതും റോസ്. ഇത് വാഴ. ഇതിന് കുളത്തിലാണോ വെള്ളത്തിലാണോ എന്തിലാ വളരുമെന്ന് എനിക്കറിയില്ല. ഞാൻ മണ്ണിലിട്ടു, അത്രേ ഉള്ളൂ. ഡാർക്ക് റെഡ് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത്. ഒരു വിത്തി ഇട്ടതാണ് ഇത്ര വലിപ്പമായ, പക്ഷെ ലീഫൊക്കെ ഇവിടെ വരുന്നുണ്ട്. പുതിയ ലീഫൊക്കെ ഇതെന്ത് ചെടിയാണാവോ? ഇതും ഒരു പൂവൊക്കെ എനിക്കറിയാം, പക്ഷെ എങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ഇത് നമ്മുടെ റോസാട്ടോ. റോസ് ഇപ്പോൾ ഒരു കുറച്ച് വിധമായിട്ട് നമ്മൾ ഇങ്ങോട്ട് കള. ഇത് കന്നാസിൽ നമ്മൾ മുറിച്ച് കുഴിച്ചിട്ടതാണ് പോപ്പി. ഉഷാറായി വളരുന്നുണ്ട്. ബേബീസൊക്കെ വരുന്നുണ്ട്. ഇതുമ്മ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും. ഇതും വളയുന്നുണ്ട്. ഇങ്ങോട്ട് 10 മണിയൊക്കെ നല്ല പുതിയ ലീവ്സ് ഒക്കെ. പിന്നെ ഇതിലൊന്നുമില്ല കേട്ടോ. ഇത് വളരെ ഷോക്ക് വെച്ചതാണ്. ഇതും നമ്മളുടെ പോപ്പി. ഇതും പോപ്പി. ഇത് റോസ്. അതിൻ്റെ അപ്പുറത്ത് മുല്ല. താത്ത കുഴിച്ചിട്ടതാണ് മുല്ലച്ചെടി. ഇത് നമ്മളുടെ വയലറ്റ് ഹേർട്ടാട്ടോ. അത് നന്നായി വളരുന്നുണ്ട്. നമ്മളവിടെ കണ്ട ചെടി തന്നെയാണിത്. പക്ഷേ അല്ല, അത് രണ്ടും വേറെ തരാടാ, ഒന്നല്ല. ഇതും അഗ്ലോണിമയുടെ 2ാം വിധം നമ്മൾ അവിടെ കണ്ടു. ഈ അഗ്ലോണിമയുടെ 2ാമത്തെ ഒരു വിധമാണ് ഇത്. പിന്നെ ഏതാ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ചെടി. നമ്മൾ ഹാങ് ചെയ്ത് 2 പാർട്ടായിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കൃഷിയുണ്ട് കേട്ടോ. ഇത് മുളക്, കാന്താരി മുളക് കണ്ടോ. കാന്താരി മുളക് ഞാൻ ഉണ്ടാക്കിയതാണ്, ആദ്യക്കൂട്ടാൻ ഉണ്ടാക്കിയതാണ്. വെറുതെ പറയാ, തള്ളാണ്. ഇത് തുളസി. ഇത് നമ്മളുടെ ചീര. നമുക്ക് അവിടെ കണ്ട നമ്മൾ ആ ചെടി വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുള്ളത്, അതും ഇതും ഏകദേശം ഒരുപോലെയാണ്. ഞാൻ വലിയ ചീര വെച്ചതാണ് അറിയില്ല. ഇവിടെ അത് ആദ്യക്കുട്ടേനെ പടർത്തിയതോ എനിക്ക് കാണിച്ചു തന്നതാണ്. പടർത്തി തുടങ്ങുക കേട്ടോ. നന്നായി വളരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയിലൊരു റെഡ് പൂവുണ്ടാവും കണ്ടോ. ഇത് ഒരു പന്തൽ വരി പടർത്താനാണ് നമ്മുടെ ഐഡിയ. ബാങ്ക് കൊടുത്തു കഴിയുന്ന ഇവിടെ ഭയങ്കര സൗണ്ടാവും. കാരണം ആ കാണുന്നത് പള്ളിയാണ്. ആ കാണുന്നത് ഇതാ നമ്മുടെ മദ്രസ്. അവിടെ സ്പീക്കറൊക്കെ ഉണ്ട്. കാരണം ഇങ്ങോട്ട് നല്ല സൗണ്ട് വരും. അപ്പം ഒന്ന് ക്ഷമിക്കണം. ദെൻ അടുത്തത് റോസ് ചെടിയാണ്. ഇതൊരു ഫേണാട്ടോ. ഇത് വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ചിലപ്പോൾ വളരും. ഇതും ഫേണാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫേണ്. ഇതൊന്ന് രാവിലെ പിച്ച് അവന് പറിച്ചു കൊടുത്തതാണ് കണ്ടപ്പോൾ. ഇതും ഇത് റോസ്. പിന്നെ ഗായ്സ് ഒരു ഐഡിയ. മല്ലിക നോക്ക്, അത് വളർന്നത് ഈ തെങ്ങൻ കുഴിയിലും. കാരണം കാറിൽ മല്ലികൻ്റെ വിത്തുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി എഴുതി വളരൂല, എഴുതി ഇങ്ങോട്ട് എറിഞ്ഞു. പിന്നെ നാറുണ്ടായി. അപ്പോൾ ഞങ്ങളവിടെ മല്ലികയൊക്കെ തുടങ്ങി. കണ്ട മല്ലികപ്പൂക്കൾ തുടങ്ങിയിട്ടില്ല. പിന്നെ ഫോണിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആ സ്ഥലം ആകെ കാടൊക്കെ. എന്നിട്ട് ഇത്താത്തി ഓനും ആട്ടോ മെയിനായിട്ട് ക്ലീൻ ചെയ്തത്. പിന്നെ ഓലിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കൊരാഗ്രഹം, അപ്പം ഞാൻ കൂടി. അതാ കണ്ട മല്ലിക. കണ്ടത് ഗൈസ്, എന്ത് രസമാണ് കാണാനറിയോ. പിന്നെ ഗൈസ് ഇവിടെ ഒരു സംഭവമുണ്ട്. ഞാനും ആദ്യക്കുട്ടീനെ കണ്ടോ വൈറ്റ് പൂട്ട് ഗൈസ്, എന്ത് രസാ നോക്ക്. 10 മണി കണ്ടോ. ഇതമ്മ മിഞ്ഞാന്നാണോ
അതോ എന്നറിയില്ല, ഒരു പിങ്ക് പൂവിട്ടിരുന്നു. ഇന്നലെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വെള്ളം പോകാൻ എക്സ്ട്രാ കുറച്ച് വലിയ ഹോള് അതിൻ്റെ താഴെയായി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് ഹാങ് ചെയ്ത് ഗൈസ് ഇപ്പം ഇവിടെ ആകെ ബാങ്കാണ്. അപ്പം ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ബാങ്ക് കൊടുത്താൽ സൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം വരും, കണ്ടോ? ഇതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത്. അപ്പോൾ ഗൈസ് ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നത്, നല്ല സുന്ദരിയായ ഒരു ബട്ടർഫ്ലൈ. കണ്ടോ എൻ്റെ കണ്ണൊക്കെ ഗൈസ്? പിന്നെ കണ്ണും തുറന്നല്ല പണ്ട് ബട്ടർഫ്ലൈ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിനെടുത്ത് നോക്കാട്ടോ. അയ്യോ തിരിയല്ലേ, പാറിപ്പോയി. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഹാങ്ങിങ് അല്ല. ഇതുമ്പോൾ ഞാൻ ഒരു നല്ല ക്രാഫ്റ്റൊക്കെ ചെയ്ത് വൂളൊന്നുമില്ല. അതുപോലെ നമ്മളെ ഗ്ലൂ ഐസൊക്കെ വെച്ച് ചെയ്തിരുന്നു, അത് പോയി. അപ്പം എന്നാലും ഇങ്ങനെ കടന്നോട്ടെ എന്നായിരുന്നു, നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലെന്ന് പറയുന്നത് നമ്മളെ ഫ്ലെയിം വയലറ്റ് ഇല്ല, അതാണ് നന്നായി വളരുന്നുണ്ട്. ഇതിലൊരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടേക്കും. കണ്ടോ പൂവ്? കണ്ടോ? നല്ല ഭംഗിയുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അവിടെ അടിപൊളിയായി സെറ്റപ്പായി വളരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ തുണികളൊക്കെ തോരട്ടൊക്കെയാണ്. ഇതാ കണ്ടോ, ഇതുമ്മി പൂവിട്ട്. ഇതാണ് അതിനെക്കാട്ട് കൂടുതലായി വളരുന്നത്. നമുക്ക് കുറച്ച് കൃഷി കാണാം, ആദിക്കുട്ടൻ്റെയും ഇമ്മച്ചിൻ്റെ ആയിട്ട്. ഇത്താത്ത വളർത്തിയതാണ് ഇത് കേട്ടോ, ഫ്രാഷൻ ഫ്രൂട്ട്. ഇത് നമുക്ക് പടരുന്നൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ചെറുകുറുന്തി തൊട്ടിയാണ്. ഇത് തലയിൽ തേക്കും ഞാൻ. ഇതുവരെ തേച്ചിട്ടില്ല, ഇനി തേക്കണം. ഇത് എന്താണാവോ? ഇത് എന്താ ആടലോടകം ആണ്. കണ്ടോ ഗൈസ്? ഇതൊക്കെ എന്തായിരിക്കറിയില്ല. ഇത് ആടലോടകം. ഇത് തത്താൻ്റെ പൊന്നു പോലെ നോക്കുന്ന അലോവേര. ഇതിന് 2 ബേബീസ് വന്നു. ഇതൊരു ബേബി, ഇതൊരു ബേബി. ഇതൊക്കെ വേറെ ഒരു അലോവേര ഉണ്ട്, അത് നമ്മളുടെ പൊന്നാരെ ഈ ആദിക്കുട്ടനെ നശിപ്പിച്ചു. വളരുന്ന ഒലക്ക വളരുന്നൊക്കെ ഉണ്ട് കേട്ടോ. തൂമ്പൊക്കെ വന്നു. ഇത് നട്ട പയറുകളാട്ടോ. ഇതൊന്നും പയറല്ല, ഇതൊക്കെ വേറെ എന്തോ ആണ്. ഇതൊന്നുമല്ല, ഞാൻ എടുക്കാം. ഇത് പയറാട്ടോ. ഇത് 2 ഇത് 3 പയറുകളാണ്. പിന്നെ ഇത് എന്താ ഉണ്ടമുളകാണ്, വയലറ്റ് മുളക്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ചട്ടിയിലൊന്നും ഇട്ടിട്ടുള്ളത്. ഇത് മമ്മീൻ്റെ ഹോസ്റ്റലിൽ ഞങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തിരുന്നല്ലോ, ഞാൻ ഇത്താത്തിയും കൂടി. അവിടെ മമ്മി വളർത്തിയിരുന്നു ഉണ്ടമുളക്. അത് ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം മമ്മിക്ക് അത്രയും മുളകിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാവും കൊണ്ടുവരുന്നേ തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആ മുളക് കിട്ടായിട്ടാണോ എന്തോ മമ്മി കൊണ്ടുവരും. അപ്പോൾ അതിൽ വിത്തായിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്ഥലത്താണ് പാകിയത് തോന്നുന്നു. അതോടുത്ത് ഇതിക്ക് കുഴിച്ചിട്ടു. കൃഷിയിലോ ബെസ്റ്റാണ്. ഇത് തക്കാളി ആട്ടോ, അത്യാവശ്യം ഒരു വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഉണ്ടമുളക് വേറെ ഉള്ളത്. ഇതെന്താണ് അറിയില്ല, എന്തായാലും പറിച്ചിരുന്നില്ല. മെച്ചിൻ്റെ ഓൻ്റെ പൊന്നാരെ വളർത്തുന്നതാണ് ഇതൊക്കെ. എന്തോ തക്കാളി. ഇത് എന്താ പയറാണ് കേട്ടോ. കണ്ടോ പുതിയ പയറൊക്കെ വരുന്നത്. ഇതെന്താ പട്ടാണി. നിങ്ങളെടുത്ത് പട്ടാണി വളരുമോ? തീർച്ചയായും വളരും. നമ്മൾ മുളപ്പിക്കണം ആദ്യം. വെള്ളത്തിലൊന്നിട്ട് കുതിർത്തിയിട്ട് വേണം മുളപ്പിക്കാൻ. ഇതെന്താ പയറ്. ഇത് നന്നായി വളരുന്നുണ്ട്. നമ്മൾ ചട്ടപ്പെട്ടിയില്ല സോറി, നമ്മൾ തെർമാക്കോളിൻ്റെ ഇതിലാണ്. ഇത് ടയറിൽ തിരുക്കഞ്ഞിക്കൂർക്ക വളർത്തിയതാട്ടോ. ഇതിൻ്റെ സ്വന്തം മത്തൻ, ഞാൻ പൊന്നുപോലെ നോക്കുന്ന മത്തന്. കണ്ടോ ഞങ്ങൾ പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ മരാട്ടോ നമ്മളുടെ. ഇത് കാന്താരി. ഇവിടെ എല്ലാവരും ചീനാപ്പറങ്കി അല്ലേ? ഞങ്ങൾ കാന്താരി എന്ന് പറയാം. ഇവിടുത്തെ മഞ്ചേരിക്കാരൊക്കെ ചീരാപ്പറങ്കി എന്ന് പറയാം. ഞങ്ങൾ അവിടെ പാലാട്, ചിങ്കത്ര, എടക്കര ഭാഗത്തിലാണ് കാന്താരി പറയും. ചീരാപ്പറങ്കിന്നും കുറേ ആൾക്കാർ പറയും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പേരൊക്കെ കേട്ടത്. അങ്ങനത്തെ 2 തൈയുണ്ട്. അപ്പം മമ്മി വന്നാൽ ഇങ്ങനെ ഓരോന്നിനായിട്ട്
തടം കെട്ടി കൊടുക്കും ചകിരി വെച്ച്. മമ്മിക്ക് കൃഷി അതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ ആദ്യക്കൂട്ട് ഫോൺ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് കാര്യം അന്വേഷിക്കാം. പിന്നെ ഗായ്സ് ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രാവും കൂടാട്ടോ. പ്രാക്കളൊക്കെ ഉണ്ട്, ഒരു ജോഡി പ്രാവുണ്ട്. അപ്പോൾ 2 കൂടാണ് നമ്മൾ ഉണ്ടാക്കുക. 2 കൂടാണ് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ പ്രാവ് ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആദ്യക്കുട്ടൻ അവിടെ നിന്ന് ചോദിക്കണുണ്ട്, ഞാൻ കൊടുക്കട്ടെ കേട്ടോ. അവന് ഞാൻ പ്രാക്കളെ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു. വീഡിയോ ഓണായില്ല, റെക്കോർഡായില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും 2 ജോഡിയാണ്. അപ്പോൾ ഒന്നിനെ മാത്രം കാണുന്നുള്ളൂ. നിങ്ങളുണ്ടാവും. ഞാൻ ഐറ്റങ്ങളെ നിങ്ങൾക്ക് പാറിനെ കാണിച്ചു തരാൻ വേണ്ടി ചെരുപ്പ് അങ്ങോട്ട് എറിഞ്ഞു. ഇനി എന്താ ചെയ്യുക, അപ്പോഴാണ് മനസ്സിലായ റെക്കോർഡല്ല. ഇപ്പം കാണുന്നില്ല പ്രാവിനെ. നമ്മുടെ ആട് ആണ് പെണ്ണിനെ 2 പ്രാവശ്യം കൊണ്ടുപോയി കേട്ടോ പൂച്ച. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടാൻ നോക്കാം കേട്ടോ. പ്രാക്കള് അവിടെ കണ്ടു. അപ്പം എന്താ നമുക്ക് അടുത്ത വീഡിയോ ആയി വരും. ബായ്, ഒരു ബായ് എടുത്താ. ബൈ. അപ്പോൾ ഒന്ന് പറ, നമ്മളെന്തൊക്കെയാണ് സാധാരണ പറയല്? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് and share. Bye.